ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഐ ആം ഇസാഖ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു BRലെ ഗെയിം പ്ലേ ആണ്. സീസൺ 1 ഫസ്റ്റ് ഗെയിം പ്ലേ ആണ് നമ്മുടെ. നമ്മൾ സയൻസ് സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ സോൺ ഏരിയ ആയിരുന്നു. എനിമി ഇല്ലാതെ നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ മതിയല്ലോ. അപ്പം നൈസായിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യാനും നിൽക്കരുത്. സപ്പോസ് ചെയ്യണം. വീഡിയോ ഉള്ളത് പകുതി % ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലൂട്ട് ബോക്സിന് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മാക്ടണാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. നമ്മൾ ഈസിയായിട്ട് പിന്നെ ലൂട്ടൊക്കെ സെറ്റ് ചെയ്യണം. MA2B ഒരു AW പ്ലെയർ ആണെങ്കിലും BRന് AW അങ്ങനെ കളിക്കാറില്ല സ്നൈപ്പർ. കാരണം സ്നൈപ്പർ വലിയ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ സപ്പോസ് ഒരു വേഗം ഒന്ന് ഫൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സ്നൈപ്പർ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സ്നൈപ്പറിലേക്ക് BR വരാം. ശരിക്കും എപ്പോഴും സ്നൈപ്പറാണ്. പിന്നെ നമ്മൾ M60 ആണ് ഇത് കളിക്കുന്നത്. കാരണം പണ്ടത്തെ പ്ലേയേഴ്സ് M60 ഇട്ട് കളിക്കണതൊക്കെ വൈബാണ്. നമ്മൾ ഇരുന്നിട്ടൊക്കെ അടിച്ചൊക്കെ ടക്കലടിച്ച് അതൊക്കെ ഒരു ഓൾഡ് മെമ്മറീസ് ആണ്. ഓൾഡ് ഫ്രീ ഫയർ മിസ് ചെയ്യണം എല്ലാവരും. ഓൾഡ് ഫ്രീ ഫയർ എന്ന് റെഡ് ഹാർട്ട് ഇട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെ അങ്ങനെ എനിമീസൊന്നുമില്ല. നമ്മളിങ്ങനെ ഫുൾ ലൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ലൂട്ടും നമുക്ക് സെറ്റാക്കണം. നമ്മൾ ഈ ഗെയിമിൽ ഫുൾ M60 MP40 വെച്ചാണ് കളിക്കുന്നത്. അടിപൊളി മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും കാണുക കേട്ടോ. ഒന്ന് ഈസായിട്ട് നമുക്ക് M63 ലെവലാക്കാൻ വേണ്ടിയുള്ള അപ്ഗ്രേഡിങ് ചിപ്പ് നമ്മൾ തപ്പുവാണ്. അപ്ഗ്രേഡിങ് ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം തന്നെ നമ്മൾ M63 ലെവലാക്കണം. എന്നിട്ടായിരിക്കും ബാക്കി ഫൈറ്റിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നത്. പിന്നെ നമ്മളിതിൽ പ്ലെയറും ഒന്നുമല്ല. അതുകൊണ്ട് ഒരു കളിക്കാൻ അറിയാത്ത കുറച്ച് കളിക്കാൻ അറിയുന്നവർക്കും മാത്രം വേണ്ടിയൊരു അടിപൊളി ഗെയിമിൽ ഞങ്ങൾ താല്പര്യം വയ്ക്കുന്നുണ്ട്. പിന്നെ UID ഞങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പിൻ ചെയ്തേക്കാം. വേണ്ടവർക്ക് ഫ്രണ്ട് ആക്കുക. നിങ്ങളുടെ FF നെയിമും കൂടെ അയച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏസൈഡ് എല്ലാ ലൂട്ടും സെറ്റ് നമ്മൾ M63 ലെവലാണ് അപ്ഗ്രേഡ് ചിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മെഡൊക്കെ അടിച്ച് സെറ്റായി നിൽക്കുവാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് നമുക്ക് പോകാൻ വേണ്ടി ഒരു വിചാരിച്ചു. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ വേറെ എനിമിനെ കില്ല് കിട്ടണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എല്ലാവരും കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്ന് പറയുന്നില്ല. ചില സമയത്ത് കൂടുതലും നമ്മൾ എനിമീസൊന്നും കാണാൻ സമയത്ത് സ്കിപ്പ് ചെയ്തല്ലേ പറ്റും. സ്കിപ്പ് ചെയ്യാം, സീനില്ല. പക്ഷെ ഓവറായിട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ണി മൊമെൻറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈസായിട്ട് എന്തായാലും പോകാം. ഇവിടെ അപ്പുറം ഒരു ഫൈറ്റ് എടുക്കണ്ടായിരുന്നു. നമ്മൾ ഈസായിട്ട് ഫൈറ്റൊക്കെ സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഈ കളി ഭൂമി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നമ്മുടെ FF നെയിമും FFUID എല്ലാം നിങ്ങൾ അയച്ചു തന്നെ. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കൊക്കെ ഒരു മേലിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് മേലിലേക്ക് പോകാം. ഈ മേലിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഫുള്ള് ഫൈറ്റൊക്കെയാണ് പറഞ്ഞ ഫൈറ്റ്. അതായത് ഇത് നമ്മൾ മിനിമം ഒരു 5+ സ്കില്ല് അത്രയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. 20+ സ്കില്ല് 10+ സ്കില്ല് അങ്ങനെയുള്ള വലിയ യൂട്യൂബറൊന്നുമല്ല. നമ്മൾ ചെറിയൊരു മീഡിയത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു 5+ സ്കില്ല് അത് മതി, ധാരാളമായിട്ട് മതി. നമുക്ക് വേറെ ഒന്നും വേണ്ട. 5+ സ്കില്ല് നമുക്ക് അടിക്കാൻ പറ്റും. നോക്കാം. ഇവിടെ എല്ലാവരും കാണാം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഫ്രീ ഫയർ കളിക്കാൻ അറിയില്ലാത്തവർക്കും ഞങ്ങളുടെ കൂടെ കളിക്കണമെന്നവർക്കുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മേലിലേക്ക് ഇറക്കുക. മേലിൽ ഫൈറ്റ് ഇറങ്ങണ ശബ്ദം നമ്മൾ കേട്ടാണ് കേട്ടോ. നമ്മൾ നേരെ മേലേക്ക് പോകണം. അങ്ങനെ എനിമീസ് കലഹാരി മാപ്പല്ല ഗൈസ്. കലഹാരി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തൊരു മാപ്പാണ്. കാരണം നമ്മൾ ഡെസ്റാക്കും പിന്നെ നമ്മുടെ ബർമൂഡ റീമാസ്റ്റേർഡ് വേർഷൻ ഇതൊക്കെയാണ് നമ്മൾ കളിച്ചത്. നമ്മൾ ഫ്രണ്ടിൽ എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തില്ല കേട്ടോ. നമ്മളിവിടെ ഈ വീടിനകത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈസായിട്ട് പോവാം. അവിടെ എനിമി സ്പോട്ട് ചെയ്ത് നമ്മൾ ഈസി MP40 കുത്തി പിടിച്ചാണ് എടുക്കട്ടോ. അങ്ങനെ അവൻ്റെ മാഗായിരുന്നു. എന്നിട്ട് അവൻ കുത്തി പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വേറെ എനിമിയോടെ ഉണ്ടാകും. നമ്മൾ കണ്ടില്ല ഗൈസ് അവനെ. നമ്മളിവിടെ സ്കോപ്പ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഗ്ലൂ ഒക്കെ ഉണ്ടാകുന്നല്ലോ.
പ്രത്യേക ഒരു ഗ്ലൂ എടുത്ത് നമ്മൾ നേച്ചറി ഗ്ലൂ ഇട്ടിട്ട് കവർ എടുത്തിട്ട് അവനെ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ഹൊറിസോൺ ഉണ്ടായിരുന്നു. ഇവ നോക്കുമ്പോൾ നമ്മൾ അവനെ കില്ല് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സൂപ്പർ മെറ്റ് അടിക്കാം. നമ്മുടെ ഗണ്ണൊക്കെ നമ്മുടെ കലഹാരി മാപ്പിൽ മെയിൻ സംഭവം നമ്മൾ ഹുക്ക് ഗണ്ണ് മേലേക്ക് നമുക്കിനി അടുത്ത ഫൈറ്റിലേക്ക് പോകാൻ മെഡൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഫൈറ്റ് എവിടെയാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ഹിറ്റ് ലിസ്റ്റ് മേടിക്കാതെ കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഹിറ്റ് ലിസ്റ്റ് നമ്മൾ വലിയ ഉപയോഗിക്കാത്തതാണ്. ഹിറ്റ് ലിസ്റ്റ് ഒരുപാട് ബിആറിലൊക്കെയാണ് നമ്മൾ ഹിറ്റ് ലിസ്റ്റ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും വീണ്ടും എനിമി റഷിങ് ഒക്കെ കണ്ടു. നമ്മളവനെ ഡാമേജ് കുറച്ച് കൊടുത്തെങ്കിലും സൈഡിൽ നിന്നുള്ള ഡാമേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവന് നല്ല ഡാമേജും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇതായിട്ട് നമ്മളെ ഗ്ലൂ ഇട്ട് കവർ ചെയ്തിട്ടുണ്ടാവുന്നു. അപ്പോഴത്തേക്കും സൈഡിലേക്ക് ഒരുത്താൻ നല്ല കാറി കയറിയിട്ട് റഷ് ചെയ്യാനുള്ളൊരു നീങ്ങാണ്ട് അവൻ്റെ ഇത് പോയെന്ന് നെറ്റ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഇപ്പോൾ കാറി ഒന്ന് കയറുന്നുണ്ട്. നമ്മൾ അവൻ നൈസിൽ അവന് കിട്ടുന്നില്ല. സർക്കിളിൽ ഗ്ലൂ ഇട്ടേക്കുവാണ്. അതായത് അവിടെ ഒരു കല്ലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോട്ട് ചെയ്യാൻ പറ്റാത്ത ആളാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്നാലും ഇവിടെ ഒരു ഫൈറ്റ് നമ്മൾ കൂടെ കയറി ചെല്ലാത്ത ചത്ത് കഴിഞ്ഞാൽ പണി പോലെ നമ്മുടെ ബൂയ പോയി അവിടെ എടുത്ത് നമ്മൾ കാറി കയറിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ അവന് നെറ്റ് പോയാണോ എന്ന് സംശയമുണ്ട്. അവനെ നമ്മൾ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്രിബിൾ കില്ല് ഫൈനലി ആയിട്ടുണ്ട്. 10 alive ഫൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഫൈറ്റ് നോക്കാം. നമുക്കിനി മേളിലാണ് നമ്മുടെ ബൂയ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി വെറും 8 പേരോടെ കഴിഞ്ഞാണ് നമ്മുടെ ബൂയ എന്ന് പറഞ്ഞ ലക്ഷ്യം സക്സസ്ഫുള്ളി ഫിനിഷ് ആവും. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും എനിമീൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് സ്റ്റെപ്പ് നമ്മുടെ കുറേ ലൂട്ട് ബോക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ഒരുത്തൻ ഉണ്ട്. നമുക്ക് ഇവനെല്ലാം കൊല്ലണം. അപ്പം നൈസായിട്ട് സൈഡൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കുണ്ട് എനിമീന്ന് കാണാനില്ല. നമ്മളിവിടെ ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എനിമി സ്പോട്ട് ചെയ്യാൻ 9 വരെ നമുക്ക് ബൂയ അടിക്കാൻ പറ്റുമെന്ന് എല്ലാവരും നോക്കാം. ബൂയാണല്ലോ നമ്മുടെ മെയിൻ ഫസ്റ്റ് ബിആറാണ്. ബൂയ അടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വൈബാണ്. പിന്നെ ന്യൂബന്മാർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ന്യൂബന്മാർക്ക് എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാനല്ല, പക്ഷെ നമ്മളിങ്ങനെ കളിക്കാൻ അറിയില്ലാത്തവർ വേഗം ഒരു ബൂയ, അതായത് ഒരു അൺഫൗണ്ടബിൾ ബൂയ നമ്മൾ എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഏതോ അവിടെ ലൂട്ടി ഉണ്ടായിരുന്നു. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ മേലിലേക്ക് കയറുവാണേ. നല്ല ഹുക്കണ്ണൊക്കെ വെച്ച് നമ്മൾ കയറി നല്ല ഫൈറ്റ് ആയിരിക്കും. നമ്മൾ തന്നെ നൈസിട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര അടിയേസ് നമുക്ക് അടി കിട്ടുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ അവൻ സ്പോട്ട് ചെയ്തില്ല. ആ മേലിൽ നിന്ന് മിസ് അടിക്കണേ. അവൻ സ്പോട്ട് ചെയ്തില്ല. അവൻ നമ്മൾ താഴെ വരും നോക്കത്തേക്കൊരു ചാടി വരണം. അവനെ അടിച്ചു അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. മേലിൽ നിന്ന് മിസ്സാണ് അടിക്കണേ. നമുക്ക് നൈസായിട്ട് നോക്കാം. അവനാണെങ്കിൽ നമുക്കിവിടെ കവർ എടുത്തേക്കിടാം. അവനിപ്പോൾ തന്നെ പുറത്തേക്ക് നമുക്ക് അവനെ അടിച്ചിടാം. അവനങ്ങനെ അടിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ഗ്ലൂ മൂവ്മെൻ്റ് ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി 5 കിലോ നമ്മൾ കംപ്ലീറ്റ് ആയിക്കണം. ഇതിൻ്റെ ആൾ 5 പേരാണ്. 5 പേരോടെ കില്ല് കഴിഞ്ഞാൽ നമ്മുടെ ബൂയ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് നിൽക്കും. നമ്മൾ നൈസായിട്ട് താഴത്തേക്ക് പോയേക്കുവാണ്. നമ്മൾ താഴേക്ക് പോയിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ താഴേക്ക് പോയി അടിച്ച് കൊല്ലാം എന്ന് വിചാരിച്ചാണ് പോയത്. ഇവിടെ ഒത്തിരി സ്പോട്ട് ചെയ്തെങ്കിൽ നമുക്ക് നല്ല ഡാമേജ് കൊടുത്തിരുന്നതാണ്. നമുക്ക് കിട്ടിയില്ല. നമുക്കിനി ഇവനെ നമുക്ക് നൈസായിട്ട് ഇവിടെ നോക്കട്ടെ. ആരെയും 5 പേരെ കേസ് 4 പേരോടെ ഉള്ളൂ. ഒന്ന് സ്പോട്ട് ചെയ്തു ഡാമേജ് കൊടുത്തെങ്കിൽ നമുക്ക് കവർ നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റിയില്ല. അന്നൊക്കില്ല നമ്മൾ ഏതെങ്കിലും നമുക്ക് താഴത്തേക്ക് ചാടാമെന്ന് വിചാരിച്ചു. താഴെ ചട്ടിയിട്ട് ബാക്കി ഫൈറ്റൊക്കെ നോക്കാമെന്ന് നമ്മളിങ്ങനെ ഇതാക്കുവാണ്. കാരണം സോണാണ് ഇങ്ങോട്ട്. സോണ് നേരെ ഫ്രണ്ടിലേക്കാണ് പോകേണ്ടത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ മേളിൽ തമ്പടിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഏറ്റവും മേളിൽ കയറിയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും മേലേക്ക് ഇത് കയറില്ല. നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ താഴെ വീണിട്ടുണ്ട്. നമുക്കിവിടെ ഇനി എനിമീസ് ഇല്ല. അവനെന്നാലും കില്ലും അവനെ കൊന്നിട്ടുണ്ട്. എന്നാലും അപ്പുറത്തെ എനിമി നൈസായിട്ട് ഇനി താഴത്തേക്ക് വീഴാൻ കഴിച്ചു. ഇനി ഇവിടെ 2 പേരോടെ ഉള്ളൂ. ഒരുത്തനപ്പുറം മിസ് അവനെയാണെങ്കിൽ കൊല്ലാനാണെങ്കിൽ ഒരു അടിപൊളി ഫണ്ണി വീഡിയോ. ഫണ്ണി എന്ന് പറഞ്ഞതാണ്.
കാരണം അവൻ്റെ നഗ് ഇടുന്നിട്ട് പോലും നമ്മളെ കൊന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫൈറ്റ് ആയിരിക്കും ലാസ്റ്റ് എല്ലാവരും കാണാം കേട്ടോ. ഇവിടെ എനിമീസ് നമുക്ക് നമ്മളെ മറ്റേ UAE കണ്ടായിരുന്നു. ഇവിടെ 2 എനിമീസ് ഉണ്ടായിരുന്നു. ഞാനൊരു താഴെ വീണു. താഴെ വീണിട്ടുണ്ടായിരുന്നു. നമ്മളൊരു നേരത്തെ ഗ്ലൂ ഇട്ട് മെറ്റടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരുത്തും ദേ പോകണം ഗൈസ്. നമ്മൾ കൊല്ലാൻ വേണ്ടി നല്ല ഡാമേജ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഹുക്കണ് അതിനകത്ത് ചാലൈസ് നമ്മൾ ഗ്ലൂ ഇട്ട് റഷ് ചെയ്ത് പോവാം കേട്ടോ. റഷ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരു ഗ്രനേഡ് ഹുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മാറിപ്പോയിട്ടുണ്ട്. നമുക്കിനി അവനെ കൊല്ലുന്നു. നമ്മൾ അവനൊക്കെ കൊല്ലും. MP40 എടുത്തായിരിക്കും തല പിടിക്കണം അവൻ്റെ. അവൻ വന്നിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ ഒന്ന് വെച്ചടിക്കണേ. നല്ല ഡാമേജ് ഒക്കെ കൊടുത്ത് വീണ്ടും അവനൊക്കെ അങ്ങനെ 6 കില്ല് നമ്മളെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ ഒരേ ഒരാൾ അവനെ നമുക്കിനി കണ്ടുപിടിക്കണം ഗൈസ്. അവൻ നമ്മളിവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന പരിപാടി അവൻ ഹൈഡ് ചെയ്തിട്ട് കളിക്കണോണ്ട് നമുക്ക് വലിയ ഇതില്ല. പക്ഷെ ലാസ്റ്റ് അവൻ നമുക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് താഴത്തേക്ക് പോവാം. ഓക്കെ, നമ്മളെ ഉറപ്പായിട്ട് നമ്മളെ കളി പോയി അടിക്കുന്ന ഒരു ഉറപ്പുണ്ട് ഗൈസ്. നമുക്ക് ഉറപ്പായിട്ടും പിടിക്കുന്നു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീനില്ലായിരുന്നു. സ്പോട്ട് ചെയ്യാൻ എവിടെയും സ്പോട്ട് ചെയ്തിട്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ സീനില്ല ഗൈസ്. നമ്മൾ സ്പോട്ട് ചെയ്തില്ല. ഓക്കെ, അതിന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഡാമേജ് എടുക്കണമെങ്കിൽ നമ്മുടെ വല്ല ഗ്രോസയോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ലോങ് നിന്ന് ജമ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ എയിം ലോക്കാവും. നമ്മൾ ചാടുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡിൽ കയറി നമ്മൾ ചാവും. അതുപോലെ ഞാൻ സോണിയ ഇട്ടുകൊണ്ട് സീനില്ല. സോണിയും ദിമിത്രിയും പിന്നെ ഞാൻ എൻ്റെ ഹൊറിസോണലും ഉണ്ട്. നമ്മൾ നൈസായിട്ട് ഹുക്കറിനെ വെച്ച് എൻ്റെ മേലിലേക്ക് പോയിട്ടുണ്ട്. മേലിലേക്ക് എന്തായാലും ചാടി കയറാം. ഈ ഹുക്കറിനെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അറിയില്ല. നമ്മുടെ ഇവിടെ നമുക്കൊന്ന് 5 നോക്കാം. എവിടെയെങ്കിലും അവനുണ്ടാവും ഗൈസ്. നമ്മുടെ UAE-ലാട്ടോ. എല്ലാം നമ്മളത് നൈസായിട്ട് അത് വിട്ട് നമ്മൾ അതിനെ കണ്ടുപിടിക്കായിരുന്നു. ഇത് നമ്മൾ കണ്ടില്ല. നമ്മുടെ ഇല്ലാന്ന് ഗൈസ്. നമ്മളത് അങ്ങനെ ഇതങ്ങനെ എയർ ഡ്രോപ്പ് ലൂട്ടിയാൽ അങ്ങനെ പോയിട്ടില്ല. കാരണം എയർ ഡ്രോപ്പൊക്കെ ലൂട്ടിയാണ് നമ്മളങ്ങനെ അതായത് ക്യാപ്ചറിങ് മറ്റേ എയർ ഡ്രോപ്പില്ലേ ലെവൽ 3 എയർ ഡ്രോപ്പ് അതിൽ നമ്മൾ പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൂട്ട് ചെയ്യണം ഒരാൾ. അതാരാണോ ലൂട്ട് ചെയ്യണേ അവനെ കൊന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ലൂട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള ഗണ്ണിന് വേണ്ടിയാണ് നമ്മൾ ലൂട്ട് ചെയ്യണം. പിന്നെ കളി അങ്ങനെ അവൻ കളിയെങ്ങാനും അവസാനിക്കുമോ ആരാണ് അവൻ ജയിക്കുമോ നമ്മൾ ജയിക്കുമോ അവനെന്തായാലും നിന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗ്രനേഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഹുക്ക് ചെയ്ത് തരാം. ഹുക്ക് ചെയ്യുമ്പോഴാണ് അതാണ് എനിക്ക് പണി കിട്ടിയത്. എനിക്ക് ഗ്രനേഡ് അങ്ങനെ ഹുക്ക് ചെയ്യാറില്ല ഗൈസ്. അവൻ വന്നപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അവൻ മറ്റേ ഹോങ്കോങ് ഇട്ടു. അതുമല്ല എൻ്റെ കയ്യിൽ ഞാൻ മറ്റേ ഗ്ലൂ വാൾ എക്യൂപ്പ് ചെയ്തില്ല ഗൈസ്. നൈസ് ദിമിത്രിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനെ കുത്തിപ്പിടിച്ചാൽ നമ്മൾ കൊന്നു ഗൈസ്. അങ്ങനെ ഈ കളി ഭൂമി അടിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഗൈസ് നമ്മളങ്ങനെ ഭൂമിയെന്ന് പറഞ്ഞാൽ ലക്ഷ്മണനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. എവരിവൺ ബൈ ബൈ.